നമ്മളെ ചിരിപ്പിക്കാനായിട്ട് കുറച്ചു പേർ ഇറങ്ങി തിരിച്ചാൽ ചിരിച്ചല്ലേ പറ്റൂ. അങ്ങനെ കുറച്ചു പേരെ കണ്ട് നമുക്കൊന്ന് ചിരിക്കാം. കല്യാണം കഴിഞ്ഞ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും പെട്ടെന്ന് കലങ്ങും ഈ സംഭവം കണ്ടാൽ. ഫോണിലെ റിംഗ് ടോൺ ഒന്ന് പ്ലേ ചെയ്യുകയാണ് ഈ ചേട്ടൻ. സൂത്രം കാണിച്ചുതരാം. ഹലോ, ആടി പറയും. ഞാൻ അണ്ണന്റെ ബുദ്ധി ചേച്ചിക്ക് സംശയം തീരെയില്ല. ഈ കുട്ടൻ തന്റെ കാമുകിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ. ആ സമയത്ത് പെട്ടെന്ന് ഈ സ്ത്രീ ഒരു കല്യാണം കൂടാൻ പോയപ്പോൾ വെൽക്കം ഗേളിന് പകരം വെൽക്കം ഡോള്. അവസാനം ദേഷ്യം വന്നു അണ്ണന്. ഈ ഫ്രൂട്ട്സ് കടയിൽ ഒരാൾ 2 കിലോ ആപ്പിൾ വാങ്ങാൻ വന്നു. ആപ്പിൾ എടുത്ത് തൂക്കാൻ വെച്ചപ്പോൾ ഒരൽപ്പം വെയിറ്റ് കൂടുതലുണ്ട്. വെയിറ്റ് കറക്റ്റ്. ആകെ കൂടി 200 രൂപയും കൊടുത്ത് ഈ ലുട്ടാപ്പിയെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് അമ്മ. കടയിൽ ചെന്നപ്പോഴാണ് എഴുതി തന്ന കുറിപ്പ് ചെക്കൻ വായിച്ചു നോക്കിയത്. ആകെ കുടുങ്ങിപ്പോയി പാവം. തക്കാളി 1 കിലോ, പച്ചമുളകോ? പച്ചമുളക് 100, ഇഞ്ചി 100. 100 500. എന്റെ കയ്യിൽ എത്ര ഉണ്ട്? 200. അപ്പൊ നീ തയ്യോ? തയ്യൂല, ബാക്കി പൈസ ആണല്ലോ ആളെ വിളിക്കണ്ടേ. പച്ചമുളക് 100 മറ്റേത് 100 ഇഞ്ചി. അപ്പൊ തന്നെ അല്ലേ 200. ഈ ബാക്കി പൈസ ഉണ്ട്, അവിടുന്ന് പോയി വാങ്ങണം. ഈ തോർത്തുമുട്ടിന് പകരം ഒരു ബെഡ്ഷീറ്റ് തോളത്തിട്ടിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഒറിജിനാലിറ്റി കിട്ടിയാണ്. ഡോക്ടർ പറയുന്നത് അക്ഷരം തെറ്റാതെ അനുസരിക്കുന്ന ഒരു പാവപ്പെട്ടവനാണ് ഇത്. ഒരു ഫ്രൂട്ട് ഒരു ദിവസം കഴിക്കണം എന്നാ ഡോക്ടർ പറഞ്ഞേക്കണേ. അതൊരു ചക്കയായ കുഴപ്പമുണ്ടോ ഡോക്ടർ? വേദപാഠ ക്ലാസ്സിലും സ്കൂളിലും കൂടി 2 രീതിയിൽ പഠിപ്പിച്ചാൽ കാര്യങ്ങൾ നടപടിയാകില്ല. ഇതുപോലെ കൺഫ്യൂഷൻ ആയി പോകും. ഉത്തരം എന്തായാലും കറക്റ്റാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവന്റെ ആധാർ കാർഡ് നഷ്ടപ്പെടുത്തിയാൽ ഇന്ത്യയിൽ ഒരു കാര്യവും നടക്കില്ല. ജോലിസ്ഥലത്ത് ഈ ചേട്ടന് യൂണിഫോം പാകമാകുന്നില്ല. അപ്പൊ പിന്നെ മാനേജർ ഇൻസ്പെക്ഷൻ വരുമ്പോ എന്ത് ചെയ്യും? യൂണിഫോം ഇട്ടിട്ടില്ലെന്ന് കണ്ടുപിടിക്കരുതല്ലോ. ബുദ്ധിമാനാണ്. വീടിനടുത്ത് ഫുട്ബോൾ കളിക്കുന്നതൊക്കെ കാണാൻ കൊള്ളാം. പക്ഷെ അയൽവക്കക്കാർക്കാണ് പാട്. ഒരു ബർത്ത്ഡേ കേക്ക് ഓർഡർ ചെയ്തതിന്റെ കഥയാണ് ഈ പാവം പറയുന്നത്. റിബൺ ഇല്ല, റിബൺ വരയ്ക്കാവോ? ഹാപ്പി ബർത്ത്ഡേ പാർവതി, റിബൺ വരയ്ക്കാം. ഇതേപോലെ റിബൺ വരച്ച് ഇപ്പൊ കൊള കൊണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ നന്ന കുഴപ്പമില്ല, ഹാപ്പി ബർത്ത്ഡേ പാർവതി മതി. ഒരുത്തന് ജേഴ്സി അടിക്കാൻ കൊടുത്തതാ. ഫായിസിന് ഫുൾ സ്ലീവ് ജേഴ്സി പറഞ്ഞതാ. കാട്ടി വെച്ചത് നോക്ക്. ഇവിടെ കല്യാണ ചെക്കന്റെയും പെണ്ണിന്റെയും തലയിലേക്ക് പൂക്കൾ വർഷിപ്പിക്കാനുള്ള പ്ലാനാണ്. ആള് മാറി വീണു. പുണ്യനദിയിൽ കുളിക്കുന്നത് നല്ലതായതുകൊണ്ട് ഈ പൊണ്ടാട്ടി ഗൾഫിലുള്ള കെട്ടിയോനെയും കൂട്ടിക്കൊണ്ട് പുണ്യനദിയിൽ കുളിക്കുകയാണ്.
കെട്ടിയവനാര് തല തോർത്തി കൊടുക്കുമോ എന്തോ. ഫോട്ടോഷൂട്ടിന്റെ ടെൻഷനിൽ ഗർഭിണി ആരാണെന്ന് വരെ മാറിപ്പോയി. എന്നിട്ട് മറ്റേ കൈ വേറെ പിടിച്ചോ. എന്നിട്ട് മറ്റേ കൈ വേറെ പിടിച്ചോ. ഓപ്പറേഷനും സ്റ്റിച്ചിടലും ഒക്കെ ശീലമുള്ള ഡോക്ടർ താലി കെട്ടിയ കാഴ്ചയും വ്യത്യസ്തമായിരുന്നു. സ്റ്റിച്ചിടുന്നത് പോലെ മുറുക്കി അങ്ങോട്ട് കെട്ടി. ചില സമയങ്ങളിൽ നമുക്ക് വഴിതെറ്റിപ്പോകാറുണ്ട്. അതിന്റെ കാരണം ഇതുപോലെയുള്ള സൈൻ ബോർഡുകളാണ്. ഇത് കണ്ടില്ലേ, രണ്ടാമത് വന്നയാൾക്ക് വഴി തെറ്റിപ്പോയി. കഷ്ടപ്പെട്ട് കുപ്പിയിൽ നിന്നും ജ്യൂസ് ഗ്ലാസ്സിലേക്ക് മാറ്റി. എന്നാൽ വണ്ടിക്ക് നല്ല സ്പീഡൊക്കെ ഉണ്ട്, പക്ഷെ പുറകിലെ ടയർ കാണുന്നില്ലല്ലോ. വാഷ്റൂമിലേക്കുള്ള സൈൻ ബോർഡുകൾ എല്ലാവരും തന്നെ കാണാറുണ്ട്. എന്നാൽ അതിൽ നിന്നും ലോജിക്ക് കണ്ടുപിടിക്കാൻ ഒരു ചേച്ചിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ. Men to the left because women are always right. Women are always right. ഇത് ട്രെയിനിന്റെ ഉള്ളിലെ ഒരു വാഷ്റൂം ആണെന്ന് തോന്നുന്നു. ആ യാത്രക്കാരുടെ ഒരു അവസ്ഥയെ. ട്രെഡ്മില്ല് വെച്ച് ഇങ്ങനെയും ചെയ്യാമല്ലേ. മഞ്ഞുള്ള വഴികളിൽ വണ്ടി ഓടിക്കാൻ തന്നെ പാടാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു കിടിലൻ പാർക്കിംഗ്. ഇവിടെ കൈ കഴുകാൻ പൈപ്പ് ഒന്ന് തുറന്നു. എളുപ്പത്തിൽ കൈ കഴുകാൻ ഒരു ബുദ്ധിമാൻ ചെയ്തു വെച്ച പണിയാണ് ഇത്. പെട്രോൾ പമ്പിൽ നിന്നും കുപ്പിയിൽ പെട്രോൾ തരില്ലെന്ന് പറഞ്ഞപ്പോൾ പെട്രോൾ ടാങ്കും കൊണ്ടുവന്ന് പെട്രോൾ വാങ്ങിയിട്ട് പോയി. കിച്ചടി, കുതിരച്ചോറ്, കുതിരച്ചോറോ, വെള്ളരിക്ക, കുത്തിരിച്ചോറാണ് ചേങ്ങായി. കുതിരച്ചോറ്, കുതിരച്ചോറോ, വെള്ളരിക്ക, കുത്തിരിച്ചോറാണ് ചേങ്ങായി. ബുദ്ധിയാണ് സാറേ ഇവന്റെ മെയിൻ. എന്റെ ഫോൺ ഞാനല്ലാതെ വേറെ ആർക്കും തുറക്കാൻ പറ്റില്ല. കിടക്കാൻ നേരത്ത് ഞാൻ ഈ സാധനം ഊരി വെക്കും. ഇതാണ് ഇതിന്റെ പുറപ്പെട്ട്. ഓ ഇതില്ലെങ്കിൽ പിന്നെ വെച്ചൊന്നത് കുത്താൻ പറ്റത്തില്ലേ? ബുദ്ധിയുള്ളവർക്ക് ഇത് ചെയ്യാം. പക്ഷെ ഓണാക്കാൻ പാസ്വേഡ് വേണ്ടേ? വിവാഹമംഗളത്തിന്റെ ഭയാനകമായ വെർഷനാണ് ഈ കാണുന്നത്. പോസ്റ്ററും ഭയാനകം, കമന്റുകൾ അതിലും ഭയാനകം. യേശുവിന്റെയും ശിഷ്യന്മാരുടെയും അന്ത്യ അത്താഴത്തിന്റെ ഫോട്ടോ അമ്മച്ചിയെ കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ. അമ്മച്ചിയുടെ ഓർമ്മശക്തി കണ്ടിട്ട് എല്ലാവരുടെയും കിളി പറന്നുപോയി കുറച്ചു നേരം. അങ്ങോട്ട് വാ, എവിടാ വെട്ടം? ആരൊക്കെയാ ചായ പിടിച്ച അമ്മേ? ഇത് ഞങ്ങളുടെ അന്നക്കൊച്ചമ്മയാണ്. എന്ന് വെച്ചാൽ നേരത്തെ വേവിച്ച എന്റെ പങ്ങള്. ഇത് പിന്നെ ഈ ആണുങ്ങളൊക്കെ എനിക്ക് വലിയ കിട്ടാനില്ല. എന്റെ അപ്പൻ ഇതിലില്ല. എന്റെ അപ്പൻ നേരത്തെ മരിച്ചതാണ്. പിന്നെ ഈ സെറ്റിൽ ആണുങ്ങളോ അതൊക്കെ എനിക്കറിയത്തില്ല. അവിടെ വലിയോടത്തുള്ളതൊക്കെ അന്നക്കൊച്ചമ്മ മാത്രമേ ഉള്ളൂ. അന്നക്കൊച്ചമ്മയുണ്ട്, തങ്കക്കൊച്ചമ്മയുണ്ട്. ഇതിന് വരത്തില്ല. മര്യാദ തങ്കക്കൊച്ചമ്മ അന്നക്കൊച്ചമ്മയാണ് ഏടില്ല. ആരണ്ടൊക്കെ ഉണ്ട്. പസുള്ളിക്കോട്ടത്തെ തന്തയുണ്ടായില്ല. അത് കാണും. പിന്നെ അതെവിടെ ഇരിക്കുന്നത്? ചുരുളിക്കോട്ടെ തങ്ക കാണും. തങ്കക്കൊച്ചമ്മ കാണത്തില്ല. ചുരുളിക്കോട്ടെ
കാണിച്ചോട്ടെ കാണിച്ചതാ ഇവിടെ അയ്യോ ഇതൊക്കെ ഇത് തങ്കക്കൊച്ചമ്മയാന്ന് തോന്നി കേട്ടോ ഭാര്യാവയത്തെ അന്നക്കൊച്ചമ്മ തങ്കക്കൊച്ചമ്മ ഇതൊരാൻ പറഞ്ഞാണ് എന്റെ ഭർത്താവ് ഇതൊക്കെ എടുത്ത് ചേർക്കാൻ കളയല്ല ഇരുന്നൊക്കെ പണ്ട് പുരാതീന കാലത്തെ നിങ്ങളുടെയൊക്കെ തലമുറയ്ക്ക് കാണാം തങ്കക്കൊച്ചമ്മൊക്കെ അന്നേ ഗെയിമുകൾ നല്ല വന്ന് ഹോളി വരെ പിള്ളേര് കല്യാണ ദിവസമാക്കി മാറ്റി തുടങ്ങി. 90s കിഡ് കാണുന്നുണ്ടല്ലോ അല്ലേ?